ഹായ് എവ്രി വൺ, നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ തേർഡ് പാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ, അതുപോലെ നമ്മുടെ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ പറയാനുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കുറച്ച് പ്രത്യേകതകളായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അവരുടെ കോമ്പോസിഷൻ, അവരെന്തിനൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം ഇവിടെ നമുക്കറിയാം, ആരായിരിക്കും? കാർബൺ ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? പിന്നെ അതിലെന്തുണ്ടാവാം? ഹൈഡ്രജൻ ഉണ്ടാവാം, ഓക്സിജൻ ഉണ്ടാവാം, സൾഫർ, നൈട്രജൻ, ഹാലജൻസ്, ഇവരൊക്കെ ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് എന്ത്? കാറ്റനേഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ഓർ പ്രോപ്പർട്ടി ഓഫ് കാർബൺ ടു ഫോം ലോങ് ചെയിൻസ് ആൻഡ് റിങ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? വലിയ റിങ്ങുകളും അതുപോലെ തന്നെ ചെയിനൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കപ്പാസിറ്റിയാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്. അത് നല്ലപോലെയുള്ള കോമ്പൗണ്ടാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. മറ്റൊന്ന്, അവരുടെ കണ്ടക്ഷൻ പ്രോപ്പർട്ടി. അവർ ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയെയും കണ്ടക്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. നമ്മുടെ ഉത്തരം എന്താണ്? ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയെയും അവർ കണ്ടക്റ്റ് ചെയ്യുന്നത് വളരെ ബാഡായിട്ടാണ്, അത്ര ഉഷാറൊന്നുമല്ല എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് അവരുടെ കോംപ്ലക്സിറ്റി. അവർ കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ടോ? യെസ്, അവരിൽ അധികം ആളുകളും മോസ്റ്റ് ഓഫ് ദം ഫോംസ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് കമ്പസ്റ്റബിലിറ്റി. അവന്മാർ കത്തുമോ ഇല്ലേ എന്നുള്ളതാണ്. വെച്ചാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. യെസ്, ഓഫ് കോഴ്സ്, അതിലധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പഷന് വിധേയമാകുന്ന ആളുകളാണെങ്കിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുകളെല്ലാം. ഓക്കെ, ഇത് നെക്സ്റ്റ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്. ഇവന്മാരുടെ ദ്രവനില അതേപോലെ തിളനില, അല്ലേ? മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. അതിൽ മോസ്റ്റ് ഓഫ് ദം ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. അധിക ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ കേസിലും അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഒക്കെ എന്താണ്? കുറവാണെന്ന് നമുക്ക് ജനറലി പറയാം. നെക്സ്റ്റ് ഏഴാമത്തെ പ്രോപ്പർട്ടി ഏതാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഐസോമറിസം. അവർ ഐസോമറിസം കാണിക്കുന്നുണ്ടല്ലോ, അല്ലേ? നമുക്കറിയാം ഐസോമറിസം കാണിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് ഇനി പറയാനുണ്ട്, നമ്മൾ വഴിയെ പറയാം. ദെൻ എട്ടാമത്തത് സൊല്യൂബിലിറ്റിയാണ്. അവർ സൊല്യൂബിളാവോ ഇല്ല എന്നുള്ളതാണ്. അവർ വാട്ടറിൽ സൊല്യൂബിളാവോ? ഇല്ല, ദേ ആർ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. മോസ്റ്റ് ഓഫ് ദം ആർ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ദെൻ ബട്ട് സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ്. ഓർഗാനിക് സോൾവെൻറ്റുകളിൽ എന്ത് ചെയ്യും? ഇവന്മാർ സൊല്യൂബിളാവും. അപ്പോൾ ഏതായി ഓർഗാനിക് സോൾവെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിളായിട്ട് ബെൻസീന്, കാർബൺ ടെട്രാക്ലോറൈഡ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ഓർഗാനിക് സോൾവെൻറ്റുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നമ്മുടെ കോമ്പൗണ്ടുകൾ ഡിസോൾവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നയൻത്ത് വൺ സ്റ്റെബിലിറ്റി. ഇവന്മാരുടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്? മോസ്റ്റ് ഓഫ് ദം ആർ ലെസ് സ്റ്റേബിൾ. അവരിൽ അധിക ആളുകൾ എന്താണ്? സ്റ്റെബിലിറ്റി കുറവുള്ള ആളുകളാണ്, സ്ഥിരത കുറവുള്ള ആളുകളാണ്. ദെൻ പത്താമത്തേത് എന്താ? ലിങ്കേജ്. ഇവന്മാരുടെ ലിങ്കേജ് എന്താടാ? വാലൻറ്റ് ലിങ്കേജ് അല്ലേ? വാലൻറ്റ് ബോണ്ട് ഇവന്മാർ ഫോം ചെയ്യുക. നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? നമ്മുടെ കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ടെട്രാ വാലൻ്റ് അല്ലെങ്കിൽ ക്വാഡ്രി വാലൻ്റ് ആണ്. അവന് 4 വാലൻ്റ് ബോണ്ടുകൾ ഫോം ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ലിങ്കേജ് ഏതാണ്? വാലൻറ്റ് ലിങ്കേജ് ആണ്. ദെൻ നെക്സ്റ്റ് എന്താ നമുക്ക് പറയാനുള്ളത്? മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യുന്നവന്മാർ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ദെൻ പോളിമറൈസേഷൻ. അവർ പോളിമേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ ഈഥീൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ പോളിമറാണ് പോളിത്തീൻ. നമ്മൾ കാണാറില്ലേ? ഓക്കെ, പ്ലാസ്റ്റിക് ഏതാണ്? പോളിത്തീനാണ്. നെക്സ്റ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ. 13ാമത്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇവന്മാരുടെ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് നമ്മൾ ഓരോ കോമ്പൗണ്ടിനെ എടുക്കുമ്പം അതും അതിൻ്റെ ആ കോമ്പൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ത്? ആ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആ കോമ്പൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ പൊതുവെ നോക്കുവാണെങ്കിൽ ക്വാലൻറ്റ് ഓർഗാനിക് റിയാക്ഷൻസ് എല്ലാം സ്ലോ ആയിട്ടുള്ള റിയാക്ഷനാണ്, ഫാസ്റ്റ് റിയാക്ഷൻസ് അല്ല. വെച്ചാൽ റേറ്റ് കുറവാണ്. ഓക്കെ, ദെൻ ഓഡർ. ഇവന്മാർക്ക് എന്തെങ്കിലും സ്മെല്ലുണ്ടോ?
നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഓർഡർ കാണിക്കുന്ന ആളുകളാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ. അധികം ആളുകൾ എന്ത് കാണിക്കുന്നുണ്ട്? ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഓർഡർ, പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവും അവർക്ക്. അപ്പോൾ എസ്റ്റർ കോമ്പൗണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്വീറ്റ് പ്ലസൻറ്റ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ദെൻ അതേപോലെ അമീൻസ് എന്ന് പറയുന്ന കോമ്പൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലോ അത്തരത്തിലുള്ള കോമ്പൗണ്ട് ആണെങ്കിലോ അവർക്ക് ഫിഷി സ്മെല്ല, മീനിനൊക്കെ മണക്കുന്ന പോലെ ഉണ്ടാവും. ഓക്കെ. ദെൻ മറ്റൊന്ന് ഹോമലോഗസ് സീരീസ്. ഹോമലോഗസ് സീരീസിൽ നമുക്ക് പെടുത്താൻ പറ്റും. എന്താ ഈ ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് കോമ്പൗണ്ട്സ് in which two adjacent members differs by a CH2 group. എന്താ ഈ CH2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവൻ്റെ പേരെന്താണ്? മെത്തിലിൻ ഗ്രൂപ്പ്. എന്താ വിളിക്കുക? മെത്തിലിൻ ഗ്രൂപ്പ്. പേര് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, മെത്തിലിൻ ഗ്രൂപ്പ്. അപ്പം ഇവന്മാർ ഈ ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് കോമ്പൗണ്ട്സാണ്. അവർ പരസ്പരം നല്ല അടുത്ത ബന്ധമുള്ള കുറച്ച് കോമ്പൗണ്ടുകളാണ് ഈ ഹോമലോഗസ് സീരീസിൽ ഉണ്ടാവുക. എന്താ പ്രത്യേകത? അടുത്തടുത്തുള്ള രണ്ടാളുകൾ, തൊട്ടടുത്തുള്ള രണ്ട് പേര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? ഒരു സീൻ്റെയും രണ്ട് ഹൈഡ്രജൻ്റെയും ഡിഫറൻസ് വെച്ചാൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഇവന്മാർ തമ്മിലുണ്ടാവുക. ഓക്കെ. ദെൻ അപ്പോൾ നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇനി ഈ ഹോമലോഗസ് സീരീസിനുള്ള കുറച്ച് പ്രത്യേകത നമുക്ക് എന്ത് എടുത്ത് പറയാം? ഓക്കെ, സ്പെഷ്യാലിറ്റി ഇവിടെയും പറയാനായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഹോമലോഗസ് സീരീസിലുള്ള ആളുകൾക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടായിരിക്കും. ഓക്കെ. മറ്റൊന്ന്, സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആ ഹോമലോഗസ് സീരീസിനകത്ത് കിടക്കുന്ന ആളുകളുടെ കേസിലൊക്കെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ സിമിലാരിറ്റി കാണിക്കാൻ പറ്റും. മറ്റൊന്ന്, റെഗുലർ ഗ്രഡേഷൻ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇവന്മാരുടെ ആരുടെ ഹോമലോഗസ് സീരീസിൽ പെട്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവന്മാരുടെയൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു റെഗുലർ ഗ്രഡേഷൻ, കുറവ് കാണാൻ പറ്റും. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ അങ്ങനെ കുറഞ്ഞ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. മറ്റൊന്ന്, പ്രിപ്പയർഡ് ബൈ എ ജനറൽ മെത്തേഡ്. ഈ ഹോമലോഗസ് സീരീസിൽ പെടുന്ന ആളുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജനറൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവന്മാരെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ. ദെൻ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ആൽക്കൈൻ ആണെങ്കിൽ നമുക്കൊരു ജനറൽ ഫോർമുല ഉണ്ടല്ലോ, ഓർമ്മിക്കുന്നുണ്ട് ആരൊക്കെയും? ഓക്കെ, CnH2n+2. ഇവിടെ എഴുതി കാണിക്കാവുന്ന ഇതാണ് CnH2n+2. ഇതാണ് നമ്മുടെ ആൽക്കൈൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ആൽക്കൈൻ എന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന ജനറൽ ഫോർമുല CnH2n+2 ആണ്. അപ്പം ഇത്തരത്തിൽ ഒരു ജനറൽ ഫോർമുല ആർക്കുണ്ടാകും? ഹോമലോഗസ് സീരീസിനുണ്ടാവും. അപ്പോൾ ആൽക്കൈൻ എന്തിൽ പെട്ടിട്ടുണ്ട്? ഹോമലോഗസ് സീരീസിൽ പെട്ടിട്ടുണ്ട്, ജനറൽ ഫോർമുലയുണ്ട്. ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ ഒരു മെയിൻ പോയിന്റ് എന്താണ്? CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ടോന്നല്ലേ. ഞാൻ കുറച്ച് ആൽക്കൈൻസ് എടുക്കാം. CH4 എന്ന് പറയുമ്പം മീഥെയിൻ. അടുത്ത ആരായിരിക്കും? ഈഥെയിൻ ആയിരിക്കും. ഈഥെയിൻ്റെ ഫോർമുല എന്താ? C2H6 ആയിരിക്കും അല്ലേ? നമ്മൾ ഇവിടെ കൊടുത്താൽ മനസ്സിലാവും. ഓക്കെ. ദെൻ നെക്സ്റ്റ് C3H8 എന്ന് പറയുമ്പോൾ ആരാ? പ്രൊപ്പൈൻ ആയിരിക്കും അല്ലേ? നോക്കാം. അപ്പോൾ CH4ൽ നിന്ന് നെക്സ്റ്റ് വന്നാരാ? C2H6. ഇവർ തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിന്ന് ഒരു C കൂടി, അപ്പോൾ ഒരു Cന് ഡിഫറൻസ് ഉണ്ടായിട്ടോ. ദെൻ ഇവിടെ 4 ഹൈഡ്രജൻ ആയിരുന്നു, ഇവിടെ കാർബൺ വന്നു, 2 കൂടിയില്ലേ. അപ്പം ഒരു Cൻ്റെയും 2 Hൻ്റെയും ഡിഫറൻസ് അല്ലേ ഇവനും തമ്മിലുള്ളൂ. അപ്പം ആ ഡിഫറൻസ് ഞാൻ ഇവിടെ CH2 എന്ന് കാണിച്ചു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഹോമലോഗസ് സീരീസിലുള്ള തൊട്ടടുത്തുള്ള 2 പേര് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമലോഗ്സ്. എന്തോന്നാണ് വിളിക്കുക? ഹോമലോഗ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ആ CH2 ഡിഫറൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി C2H6ഉം അതുപോലെ C3H8 നോക്കിക്കേ നിങ്ങൾ. ഇവിടെ C2 2 കാർബൺ ഉണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് വന്നപ്പോഴോ C3 1 കാർബൺ കൂടിയില്ലേ. അപ്പോൾ ഡിഫറൻസ് 1 കാർബൺ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ 6 ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെയാണെങ്കിലോ 8 ഹൈഡ്രജൻ. അപ്പോൾ 6ന്ന് 2 കൂട്ടിയാലല്ലേ 8 കിട്ടുക. 2 ഹൈഡ്രജൻ ഡിഫറൻസ് ഉണ്ടായില്ലേ. സോ ഈ കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? മെത്തിലിൻ ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ട്, CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഇയാളും എന്താണ്? ഹോമലോഗാണ്. ഇയാളും എന്താണ്? ഹോമലോഗാണ്. എന്നാൽ ഈ മീഥെയിനും ഈ പ്രൊപ്പൈനും ഹോമലോഗാണോ? അല്ല. കാരണം എന്താ? അവർ CH2 ഡിഫറൻസ് ആണോ ഉണ്ടാവുക?
കാരണം ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് എത്തിയപ്പോൾ ഈ കാർബൺ ഒന്നേ ഉള്ളൂ, ഇവിടെ 3 കാർബൺ ഉണ്ട്. അപ്പോൾ 2 ഡിഫറൻസ് വന്നില്ലേ? അപ്പോൾ 2 കാർബൺ ഡിഫറൻസ് നമുക്ക് പോസിബിൾ ആണോ? ഇല്ല. നമുക്ക് 1 കാർബൺ 2 ഹൈഡ്രജൻ എന്ന് വെച്ചാൽ CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോഴേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നമ്മുടെ ഈ ആൽക്കെയിന്, ആൽക്കീന്, ആൽക്കൈന് ഇവരൊക്കെ എന്താണ്? ഹോമോലോഗസ് സീരീസിൽ പെടുന്ന ആളുകളാണ്. ഓക്കെ, നമുക്കത് വ്യക്തമായിട്ട് പറയാം. ഇനി നിങ്ങൾ ആ തന്നിരിക്കുന്ന ബോക്സ് ഒന്ന് നോക്കിക്കേ. അത് നമുക്ക് കാണാം, ആൽക്കെയിന് കാണാം, ആൽക്കീൻ കാണാം, ആൽക്കൈനും കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, അതിൽ നമുക്ക് അവരുടെ ഓരോരുത്തരുടെയും ഹൈബ്രിഡൈസേഷൻ തന്നിട്ടുണ്ട്. ഏതാ ഹൈബ്രിഡൈസേഷൻ? ആൽക്കെയിൻ ആണെങ്കിൽ sp3 ആയിരിക്കും. ഓക്കെ, നമ്മൾ 4th ചാപ്റ്ററിൽ +1 പഠിച്ചിട്ടുണ്ടല്ലേ? എന്താ പഠിച്ചത്? നമ്മൾ ആൽക്കെയിൻ ആണെങ്കിൽ sp3 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൽക്കീൻ ആണെങ്കിലോ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ആൽക്കൈൻ ആണെങ്കിലോ അയാൾക്ക് sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് ആണ്. കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് എത്രയാണെന്ന് നോക്കണം. ആൽക്കെയിൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് നോക്കിക്കേ, 1.54 ആങ്സ്ട്രോങ്. നമ്മളിപ്പോൾ ഇനി നാനോമീറ്ററിലേക്ക് പറയുകയാണെങ്കിൽ 154 നാനോമീറ്റർ എന്ന് പറയാം. ആങ്സ്ട്രോങ്ങിൽ നമ്മൾ പറയുന്നു, അതുകൊണ്ട് 1.54 ആങ്സ്ട്രോങ്. ഓക്കെ, ഇനി ആൽക്കീൻ ആണെങ്കിലോ കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് എത്രയാ? 1.34 ആങ്സ്ട്രോങ് ആണ്. ഇനി ആൽക്കൈൻ ആണെങ്കിലോ 1.20 ആങ്സ്ട്രോങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് ആൽക്കെയിനിൽ ആണ് എന്നുണ്ടെങ്കിൽ 1.09 ആങ്സ്ട്രോങ് ആണ്. ഓക്കെ, ദെൻ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് ആൽക്കീനിലേക്ക് വരുമ്പോഴോ കുറച്ചുകൂടെ കുറഞ്ഞു, വലിയ 1.08 വന്നു. ഇനി ആൽക്കൈനിലേക്കാണെങ്കിലോ ഇത്തിരി കൂടെ കുറഞ്ഞ് 1.06 ആങ്സ്ട്രോങ് ആയി. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് ഉള്ളത് എവിടെയാ? അത് ആൽക്കെയിനിലാണല്ലേ. അതിനേക്കാൾ കുറവാണ് ഇവിടെ ആൽക്കീനിൽ. ഏറ്റവും കുറവാർക്കാ? ആൽക്കൈനിനാണ്. 1.20 ആങ്സ്ട്രോങ്ങേ ഉള്ളൂ. ഓക്കെ, ദെൻ അതേ ട്രെൻഡ് തന്നെയാണ് നമുക്ക് എവിടെയും കാണാൻ പറ്റുക? കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത്തിലും കാണാൻ പറ്റുക. ഏറ്റവും കൂടുതൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് ഉള്ളത് ആൽക്കെയിനിൽ, ദെൻ ആൽക്കീനിൽ, ഏറ്റവും കുറവ് ആൽക്കൈനിൽ. ഓക്കെ, നെക്സ്റ്റ് ഇവന്മാരുടെ ഷേപ്പും അവരുടെ ബോണ്ട് ആംഗിളും തന്നു നോക്കിക്കുക നിങ്ങൾ. ഓക്കെ, ഷേപ്പ് ഇപ്പോൾ ആൽക്കെയിനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ ഉള്ള ഒരാളുടെ ജനറൽ ജിയോമെട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെട്രാഹീഡ്രൽ ആയിരിക്കും. ഏതാണ്? ടെട്രാഹീഡ്രൽ. ഓക്കെ, ടെട്രാഹീഡ്രലിൻ്റെ ബോണ്ട് ആംഗിൾ എത്ര ആയിരിക്കും? 109 ഡിഗ്രി 28 മിനിറ്റ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, 109 ഡിഗ്രി 28 മിനിറ്റ്. ഒന്നും മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഓക്കെ, ദെൻ ഇനി sp2 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന ആൽക്കീനിൻ്റെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. ഷേപ്പ് ഏതാ? ജിയോമെട്രി ഏതാ? ട്രൈഗണൽ പ്ലനാർ. ട്രൈഗണൽ പ്ലനാറാണ് നമ്മുടെ ആൽക്കീനിൻ്റെ ജിയോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൽക്കൈനാണ്. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ അയാളുടെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. sp ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന ഒരാളുടെ ജിയോമെട്രി, അയാളുടെ ഷേപ്പ് എന്തായിരിക്കും? അത് ലീനിയർ ആയിരിക്കും. ഓക്കെ, ലീനിയർ ആയിരിക്കും. ലീനിയർ ആണെങ്കിൽ പിന്നെ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത്ത്, ഓരോന്നിൻ്റെയും ഹൈബ്രിഡൈസേഷൻ, അവരുടെ ഷേപ്പ്, അവരുടെ ബോണ്ട് ആംഗിൾ, കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷനാണ്. സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്. ഓർഗാനിക് മോളിക്യൂൾസിന് നമുക്ക് അവരുടെ സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോർമുല എന്ന് വെച്ചാൽ നമുക്കുള്ള കാർബൺ ആറ്റങ്ങളെയും ഹൈഡ്രജൻ ആറ്റങ്ങളെയും നമ്മളെല്ലാ ബോണ്ടും വരച്ച് കാണിച്ചിട്ട് എന്ത് ചെയ്യുക? ആ മോളിക്യൂൾ റെപ്രസെൻറ്റ് ചെയ്യുക.
ഓക്കെ, നോക്കിക്കേ നിങ്ങളിപ്പോൾ ഞാൻ ഈഥേൻ എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്തു. അവൻ്റെ അടുത്ത് നിങ്ങൾ നോക്കിക്കേ, 2 കാർബൺ ആറ്റംസ് നമുക്കറിയാം, അവർ തമ്മിലൊരു ബോണ്ടുണ്ട്, സിംഗിൾ ബോണ്ടാണ്. ഇനി കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, ഞാൻ എല്ലാ ഹൈഡ്രജനിലേക്കുള്ള ബോണ്ടും വരച്ച് കാണിച്ചിട്ടുണ്ട്, കാർബണിലേക്കുള്ള ബോണ്ടും വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫോമിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി ഈഥീൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും അല്ലേ, ആൽക്കീൻ അല്ലേ, സോ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, നമ്മൾ ഡബിൾ ബോണ്ട് വരച്ച് കാണിക്കണമെന്ന് മനസ്സിലായി. ഡബിൾ ബോണ്ട് വരച്ചു, ബാക്കി എല്ലാ ഹൈഡ്രജൻസും ഞാൻ കാണിച്ചു. അപ്പോൾ ഇങ്ങനെ എല്ലാ ബോണ്ടും വരച്ച് കാണിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കും, കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. നെക്സ്റ്റ് വൺ, കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല. കണ്ടൻസ്ഡ് ആണ് കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങിയ രൂപത്തിലേക്കുള്ള അല്ലേ, ചുരുങ്ങിയ രൂപത്തിലേക്കുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അടുത്തുള്ള കാർബണും ഹൈഡ്രജനും ഒക്കെ കാണിക്കും, പക്ഷേ ഹൈഡ്രജനിലേക്കുള്ള ബോണ്ടൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, വരച്ച് കാണിക്കില്ല. അതേപോലെ കാർബണിലേക്കുള്ള ബോണ്ടും വരച്ച് കാണിക്കില്ല. എന്ത് മാത്രമാണെങ്കിൽ, സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഈഥൈനെ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ച് നോക്കിക്കേ നിങ്ങൾ. എന്ന് വെച്ചാൽ ഇവിടെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് കാണിച്ചില്ല, ജസ്റ്റ് ഞാൻ CH3 എന്ന് എഴുതി ഈഥൈൻ കാണിച്ചു. അതേസമയം ഈഥീനിന് ഞാൻ കാണിച്ച് നിങ്ങൾ നോക്കിക്കേ, ഇതിൽ ഡബിൾ ബോണ്ട് ഇട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇയാൾ ആൽക്കീനാണ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക, ഒന്നും ഇടാണ്ട് അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ എന്തായി, നമ്മൾ അയാളെ ആൽക്കേനായിട്ട് എടുക്കും, കോമ്പൗണ്ട് മാറിയില്ലേ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കണം, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ നമ്മൾ ആ ട്രിപ്പിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ കാണിക്കണം. സിംഗിൾ ബോണ്ടാണ് കാർബൺ കാർബൺ തമ്മിലുള്ളതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാര്യം പിടി കിട്ടിയല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ കണ്ടൻസ്ഡ് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷനാണ്, അല്ലെങ്കിൽ ബോണ്ട് ലൈൻ ഫോർമുലയാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു മോളിക്യൂളുണ്ട്, ആ മോളിക്യൂളിൻ്റെ മോളിക്യുലാർ ഫോർമുല ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, C4H10. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, 4 കാർബണും 10 ഹൈഡ്രജനും ഉള്ള ഒരു കോമ്പൗണ്ടാണ്. അതിനെ ഞാൻ ഇങ്ങനെ എഴുതാൻ വിചാരിച്ചു നിങ്ങൾ. CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, അങ്ങനെ കാണിച്ചു. അപ്പോൾ എനിക്ക് നോക്കിക്കാൻ നിങ്ങൾ 1 2 3 4 കാർബൺ ഉണ്ട്, 3ഉം 2ഉം 5, 5ഉം 2ഉം 7, 7ഉം 3ഉം 10 ഹൈഡ്രജനുണ്ട്. ഇയാളുടെ പേരെന്താണ്, ബ്യൂട്ടെയിൻ ആണ്. ഓക്കെ, ബ്യൂട്ടെയിൻ എന്ന് പറയുന്ന ആളാണ് ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെനിക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കാർബണും ഹൈഡ്രജനും ഒന്നും കാണിക്കാതെ ഇത്തരത്തിലൊരു സിഗ്സാഗ് ലൈൻ വരച്ചിട്ട് അല്ലെങ്കിൽ ബോണ്ട് ലൈൻ കാണിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ ഒരു ബ്യൂട്ടെയിൻ എനിക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ഒരു സിഗ്സാഗ് ലൈൻ വരച്ച് കാണിച്ചാൽ മതി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഇതിൻ്റെ ഓരോ എൻഡുകളില്ലേ, എന്ന് വെച്ചാൽ ഇത് ഒരു എൻഡാണ്, അതുപോലെ ഇതൊരു എൻഡാണ്. ഈ 2 എൻഡുകൾ എന്തിനെ കാണിക്കുക, CH3 റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുക. പിടികിട്ടിയല്ലോ അല്ലേ. അതേപോലെ ഇതിൻ്റെ ഓരോ ബെൻഡുകളില്ലേ, നടുവിലെ ഭാഗത്തുള്ള ഓരോ ബെൻഡുകൾ, ആ ബെൻഡ് എന്താ റെപ്രസെൻ്റ് ചെയ്യണത്, CH2 ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ വരച്ച് കാണിച്ചാൽ എന്താ അർത്ഥം, ഇവിടെയുള്ളതും CH3 ആണ്, എന്നാൽ നടുവിലുള്ള ബെൻഡിലുള്ള സാധനം എന്താ, CH2 ആയിരിക്കും. അപ്പോൾ CH3 CH2 CH3, ഇവിടെ ആണെങ്കിൽ CH3 CH2 CH2 CH3. കാര്യം ഇവിടെ കിട്ടിയല്ലോ അല്ലേ. ഓക്കെ, ഇനി ഞാൻ സൈക്ലോബ്യൂട്ടൈനെ കാണിക്കാമെന്ന് വിചാരിച്ചോ. ഒരു സൈക്ലിക് കോമ്പൗണ്ടാണ്, റിംഗ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതെനിക്ക് ഇങ്ങനെ കാണിക്കാം, CH2 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 ഇങ്ങനെ കാണിച്ചു. പിന്നെ ഞാൻ വെറും ഒരു ബോണ്ട് പോലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിലോ ഇത്തരത്തിൽ കാണിക്കണം. കാര്യം പിടി കിട്ടിയില്ലേ. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഹൈഡ്രജനും കാർബണും എഴുതണ്ട, ആ ഒരു ബോക്സ് വരച്ചാൽ സംഭവം നമ്മുടെ കെമിസ്ട്രിയിൽ എന്തായി സാധനം, ഇത് സൈക്ലോബ്യൂട്ടനായിട്ട് മാറി. ഇനിയിപ്പം പ്രൊപ്പീൻ ആണെന്ന് കരുതുക, പ്രൊപ്പീൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും, ആൽക്കീൻ ആണ്, ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡബിൾ ബോണ്ട് എങ്ങനെയാണ് നമ്മൾ ബോണ്ട് ലൈൻ കാണിക്കാമെന്ന് പറയാനാണ് ഞാനിപ്പോൾ ഇതെടുത്ത് പറഞ്ഞത്. എന്ത് ചെയ്താൽ മതി, CH3 CH ഡബിൾ ബോണ്ട് CH2 നമ്മൾ വരച്ച് കാണിച്ചു. ഇനി ഇതൊന്നും ഇല്ലാതെ ബോണ്ട് ലൈൻ കാണിക്കുമ്പോൾ അതാ ജസ്റ്റ് ഇങ്ങനെ വരച്ചു, ഇതുപോലെ വരച്ചു, ദെൻ ഒരു ഡബിൾ ബോണ്ട് കാണിച്ചു. ഓക്കെ, ഇതേ ഭാഗത്തിൽ ഡബിൾ ബോണ്ടായില്ലേ. ഇനി നമ്മുടെ റെപ്രസെൻറ്റേഷൻ 4th വൺ എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂളാണ്. 3Dയിൽ നമ്മളെങ്ങനെ കാണിക്കും,
അതിന് നമുക്ക് ഒരു മെത്തേഡുള്ളത് വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുലയാണ്. വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സോളിഡ് വെഡ്ജ് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് അതിനുള്ളിൽ നല്ലപോലെ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സോളിഡ് വെഡ്ജിൽ കാണിക്കാം. മറ്റൊന്ന് ഡാഷ്ഡ് വെഡ്ജാണ്. അത് നമ്മളെന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ കാണിക്കും. അപ്പോൾ ഡാഷ്ഡ് വെഡ്ജ് ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ്, ന്യൂമാൻ ആൻഡ് സോഹേഴ്സ് പ്രൊജക്ഷൻസ്. ന്യൂമാൻ ആൻഡ് സോഹേഴ്സ് പ്രൊജക്ഷൻസ് അത് നമ്മളെന്ത് ചെയ്യും, ആദ്യം ഒരു റൗണ്ട് വരയ്ക്കും. ആ റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യും, 3 ലൈൻസ് 3 ഭാഗത്തേക്ക് വരയ്ക്കും 120 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട്. ഓക്കെ, ദെൻ അതിൽ നമ്മൾ എന്ത് ചെയ്യും, 3 ലൈൻസ് വേറെയും കാണിക്കും. ഇതിന് 2 ഫോംസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം, ഇങ്ങനെ പ്രൊജക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ന്യൂമാൻ പ്രൊജക്ഷനാണ്. ഇതിൻ്റെ പേരാണെന്ത്, സോഹേഴ്സ് പ്രൊജക്ഷൻ. നമുക്ക് 3 ബോണ്ട് ഇങ്ങനെ. ഓക്കെ, ഇത് നടുവിലുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാർബണാണ്. അതിനുശേഷം ഒരു ലൈന്, അത് ബോണ്ടാണ്. ഇവിടെ ഒരു കാർബണാണ്, ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഒരു കാർബണാണ്. ഇവിടുന്ന് 3 ബോണ്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ വിളിക്കുന്ന പേരാണെന്ത്, സോഹേഴ്സ് പ്രൊജക്ഷൻസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂമാൻ പ്രൊജക്ഷൻസ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വ്യക്തമായിട്ട് പറയും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും, എന്നിങ്ങനെ മുകൾ ഭാഗം ഇങ്ങനെ പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സിഗ്മ ബോണ്ട്, പൈ ബോണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സിഗ്മ ബോണ്ട് നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, സിഗ്മ എന്ന് കാണിക്കാൻ. ഓക്കെ, സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ലീനിയർ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ലീനിയർ ആയിട്ടുള്ള ഓവർലാപ്പിംഗ് വഴിയാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എസ് ഓർബിറ്റൽ കാണിച്ചിട്ടുണ്ട്, മറ്റൊരു എസ് ഓർബിറ്റൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ 2 എസ് ഓർബിറ്റലുകൾ തമ്മിൽ ലീനിയറായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. സോ അവിടെ എന്ത് ഫോം ചെയ്യും, സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇനി ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും തമ്മിൽ ലീനിയറായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ഫോം ചെയ്യുന്നത്, സിഗ്മ ബോണ്ടാണ്. അതേപോലെ 2 പി ഓർബിറ്റലുകൾ തമ്മിൽ ലീനിയറായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെയും ഫോം ചെയ്യുന്നത് എന്ത് തന്നെയാണ്, സിഗ്മ ബോണ്ടാണ്. അത് 3 കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണ്. നെക്സ്റ്റ്, പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ലാറ്ററൽ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ലാറ്ററലി ഓവർലാപ്പ് ചെയ്യണം. ഇതിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലീനിയർ എന്ന് പറയുക. ഈ 2 പി ഓർബിറ്റലുകൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മളിവിടെ കാണിച്ചത് പി ഓവർലാപ്പിംഗ്. പി ലാറ്ററൽ ഓവർലാപ്പിംഗ്. ഇവിടെ ബോണ്ട് ഫോം ചെയ്തതാ പൈ ബോണ്ടാ. ഇവിടെയോ, ഇവിടെ സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു കാർബൺ സിംഗിൾ ബോണ്ടുള്ള കാണിച്ചു. ഇത് ഏത് ബോണ്ടായിരിക്കും? ഇവൻ സിഗ്മ ബോണ്ടായിരിക്കും. ഇനി ഞാനൊരു കാർബൺ ഡബിൾ ബോണ്ട് കാണിച്ചു. അപ്പോൾ ഇതിലെന്തായിരിക്കും, ഒരു ബോണ്ട് സിഗ്മ ബോണ്ടായിരിക്കും, മറ്റേ ബോണ്ട് എന്തായിരിക്കും, പൈ ബോണ്ടായിരിക്കും. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാർബൺ ട്രിപ്പിൾ ബോണ്ടുള്ള ആളാണെങ്കിലോ അയാളുടെ കേസിൽ ഒരു ബോണ്ട് എന്തായിരിക്കും, സിഗ്മ ബോണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് സെൻട്രൽ നമ്മൾ സാധാരണ കാണിക്കുക, സെൻട്രൽ എന്തായിരിക്കും, സിഗ്മ ബോണ്ടായിരിക്കും. മറ്റ് 2 ബോണ്ടുകളും എന്തായിരിക്കും, പൈ ബോണ്ടായിരിക്കും. ഓക്കെ, സിംഗിൾ ബോണ്ടാണെങ്കിൽ ആ ഉള്ള ബോണ്ട് സിഗ്മ ബോണ്ട്, ഡബിൾ ബോണ്ടാണെങ്കിൽ ഒരു ബോണ്ട് സിഗ്മ ബോണ്ട്, മറ്റേ ഒരു ബോണ്ട് പൈ ബോണ്ട്. കാർബൺ ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ അവിടെ ഒരു ബോണ്ട് സിഗ്മ ബോണ്ടായിരിക്കും, മറ്റ് 2 ബോണ്ടുകളും പൈ ബോണ്ടായിരിക്കും. പ്രത്യേകം ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. നമുക്കുള്ള കാർബണിൽ ഇപ്പോൾ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ നമുക്ക് കാർബണിനെയും ഹൈഡ്രജനെയും 2 ടൈപ്പാക്കി മാറ്റാം. 2 ടൈപ്പാക്കി മാറ്റാൻ പറ്റും നമുക്ക്, ഡിപ്പെൻഡിങ് ഓൺ അല്ലേ. എന്നുവെച്ചാൽ നോക്കിക്കുക നിങ്ങൾ, നമുക്ക് പ്രൈമറി കാർബൺ ഉണ്ട്. എന്താ ഈ പ്രൈമറി കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറി കാർബൺ ഈസ് ദ കാർബൺ ബോണ്ടഡ് ടു അനദർ 1 കാർബൺ. മറ്റൊരു കാർബണുമായിട്ട് മാത്രം ബോണ്ട് ഉണ്ടാക്കിയ ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൈമറി കാർബൺ എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കാർബൺ വേറെ ഏതെങ്കിലും കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇയാളുമായിട്ടല്ലാതെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇയാൾ എന്ത് കാർബണാണ്,
പ്രൈമറി കാർബണാണ്. ഇനി ഈ കാർബൺ നോക്കിക്കുക നിങ്ങൾ, ഇയാൾ ആകെ ഒരു കാർബണുമായിട്ടേ ബോണ്ട് ആക്കിയുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ. സോ ഇയാളും എന്താ പ്രൈമറി കാർബണാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് പ്രൈമറി ഹൈഡ്രജൻ? പ്രൈമറി ഹൈഡ്രജൻ എന്ന് ഒന്നുമില്ല, ദ ഹൈഡ്രജൻ ബോണ്ടഡ് ടു പ്രൈമറി കാർബൺ. ഇവൻ പ്രൈമറി കാർബൺ ആണല്ലേ. അപ്പോൾ ഇവനുമായിട്ട് അറ്റാച്ച് ചെയ്തൊരു ഹൈഡ്രജൻ ഉണ്ടെന്ന് കരുതുക. ഈ ഹൈഡ്രജൻ എന്തായിരിക്കും? പ്രൈമറി ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡറി കാർബൺ എന്താ? സെക്കൻഡറി കാർബൺ ഇസ് ദ കാർബൺ ബോണ്ട് ടു അനദർ 2 കാർബൺസ്. വേറെ 2 കാർബൺ ആറ്റങ്ങളുമായിട്ട് ഒരു കാർബണിന് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കരുതുക. ആ കാർബണിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കുക. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു കാർബൺ ആണെങ്കിൽ ഈ ഒരു കാർബണിൻ്റെ കേസിൽ ഇയാൾ ആകെ ഒരു ബോണ്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ, മറ്റൊരു കാർബണുമായിട്ടേ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ ഇതെന്തായിരിക്കും? പ്രൈമറി കാർബൺ ആയിരിക്കും. ഇനി ഈ കാർബൺ നോക്കിക്കുക നിങ്ങൾ, ഇയാൾ ഇവനുമായിട്ടും ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ കൊച്ചുമോനെ നമ്മളെന്ന് വിളിക്കുക? സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കുക അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ എന്തായിരിക്കും സെക്കൻഡറി ഹൈഡ്രജൻ? സെക്കൻഡറി ഹൈഡ്രജൻ എന്നാൽ ദ ഹൈഡ്രജൻ ബോണ്ടഡ് ടു സെക്കൻഡറി കാർബൺ. സെക്കൻഡറി കാർബണുമായിട്ട് ഒരു ചങ്ങാതി ബോണ്ട് ഉണ്ടാക്കിയെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഹൈഡ്രജൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മൾ പറഞ്ഞു പ്രൈമറി കാർബണാണ്, കാരണം ഇവൻ ഒരൊറ്റ കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ ഈ ഹൈഡ്രജൻ ഇവർ മൂന്നെന്തായിരിക്കും? പ്രൈമറി ഹൈഡ്രജൻ ആയിരിക്കും. ഈ കാർബൺ പ്രൈമറി കാർബൺ ആയതുകൊണ്ട്. നെക്സ്റ്റ് ഈ കാർബൺ എന്താ? ഇവനുമായിട്ടും ബോണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ. സോ ഈ ഹൈഡ്രജനും എന്തായിരിക്കും? സെക്കൻഡറി ഹൈഡ്രജൻ ആയിരിക്കും, കാരണം ഈ കാർബൺ സെക്കൻഡറി കാർബണാണ്. അതുമായിട്ട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻസിനെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡറി ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഇനി ഈ കാർബണോ? ഇവൻ പ്രൈമറിയാണ്, കാരണം ഇവൻ ഒറ്റ കാർബണുമായിട്ട് ബോണ്ട് ആക്കിയിട്ടുള്ളൂ. സോ ദിസ് ഇസ് പ്രൈമറി കാർബൺ. അപ്പോൾ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻസ് ഒക്കെ. ഇനി നമുക്കുള്ളത് ടേർഷ്യറി കാർബണാണ്. എന്താണ് ടേർഷ്യറി കാർബൺ എന്നുള്ളതാണ്? ഓക്കെ, ടേർഷ്യറി കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കാർബൺ ബോണ്ടഡ് ടു അനദർ 3 കാർബൺ ആറ്റംസ്. വേറെ 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയ കാർബണെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടേർഷ്യറി കാർബൺ എന്ന് വിളിക്കുക. നോക്കിക്കേ, ഈ ചങ്ങാതിനെ നോക്കിക്കേ നിങ്ങളിതാ, ഇവൻ ഇവിടേക്കൊരു ബോണ്ട്, ഇവിടേക്ക് വേറൊരു ബോണ്ട്, ഇവിടേക്ക് മറ്റൊരു ബോണ്ട്, 3 ബോണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ. സോ ദിസ് ഇസ് വൺ എന്താണ്? ടേർഷ്യറി കാർബൺ ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ കാർബണുമായിട്ട് ഒരു ഹൈഡ്രജന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനെ നമുക്ക് എന്ത് വിളിക്കാം? ടേർഷ്യറി ഹൈഡ്രജൻ എന്ന് വിളിച്ചൂടെ? ടേർഷ്യറി ഹൈഡ്രജൻ വിളിച്ചൂടെ? എന്നുവെച്ചാൽ ഹൈഡ്രജൻ ബോണ്ടഡ് ടു ടേർഷ്യറി കാർബൺ. ടേർഷ്യറി കാർബൺ നമ്മൾ കാണിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വാട്ടേണറി കാർബൺ 4 ഡിഗ്രി. നമ്മളിങ്ങനെ ഈ ഡിഗ്രി കാണിച്ച എന്താ അർത്ഥം? 1 ഡിഗ്രി ആണെങ്കിൽ പ്രൈമറി, 2 ഡിഗ്രി ആണെങ്കിൽ സെക്കൻഡറി, 3 ഡിഗ്രി ആണെങ്കിൽ ടേർഷ്യറി, 4 ഡിഗ്രി ആണെങ്കിൽ ക്വാട്ടേണറി കാർബൺ. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടെ എഴുതുന്ന സാധനം എന്താണോ അത് ചേർത്ത് പറയും. ഇപ്പോൾ കാർബൺ ആയതുകൊണ്ട് ക്വാട്ടേണറി കാർബൺ. ഓക്കെ, അപ്പോൾ ക്വാട്ടേണറി കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? ദ കാർബൺ ബോണ്ടഡ് ടു അനദർ 4 കാർബൺ. വേറെ 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയ കാർബണിനെയാണ് നമ്മളെന്ന് വിളിക്കുക? 4 ഡിഗ്രി കാർബൺ അല്ലെങ്കിൽ ക്വാട്ടേണറി കാർബൺ. നോക്കിക്കേ നിങ്ങളിതാ, ഈ കൊച്ചുമോൻ നോക്കിക്കേ, ഇവൻ എന്താ ഉണ്ടാക്കിയത്? ഇവനിതാ 4 കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദിസ് വൺ ഈസ് ക്വാട്ടേണറി കാർബൺ. അപ്പോൾ ഇവിടെ ക്വാട്ടേണറി ഹൈഡ്രജൻ ഉണ്ടാവുമോ? ഇല്ല, കാരണം എന്താ? നമ്മുടെ കാർബൺ എന്താ? ടെട്രാവാലൻ്റ് അല്ലേ. 4 ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റൂ, 4 വാലൻ്റ് ബോണ്ട്. ഇതാ ഒന്നിവിടേക്ക് 4 ബോണ്ട് ഉണ്ടാക്കി. ഇനി ഇവന് ബോണ്ട് ഉണ്ടാക്കാൻ കഴിയത്തില്ല. സോ ക്വാട്ടേണറി ഹൈഡ്രജൻ ഉണ്ടാവില്ല. ആരേ ഉണ്ടാവുള്ളൂ? ക്വാട്ടേണറി കാർബൺ ആണ് ഉണ്ടാവുക. പിടി കിട്ടിയല്ലോ അല്ലേ? ഓക്കെ.